റമദാനിലെ അവസാന വെള്ളിയാഴ്ച പള്ളികളിലെത്തിയ വിശ്വാസികളോട് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ആവശ്യപ്പെട്ട മതപണ്ഡിതർ. റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ മസ്ജിദുകളിൽ ലഹരി ഉപയോഗത്തിനെതിരെ അണിനിരക്കാൻ ഇമാമുമാർ ആവശ്യപ്പെട്ടു. യുവതലമുറയെയും വിദ്യാർത്ഥികളെയും കുടുംബത്തെയും തകർക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ എല്ലാവരും ഒന്നിച്ചു മുന്നേറേണ്ട സമയമാണിത്. റമദാൻ മാസത്തിൽ വിശ്വാസികൾ നേടിയെടുത്ത ആത്മീയ ചൈതന്യം ലഹരിക്കെതിരെ പടപൊരുതുവാനുള്ള ശക്തിയായി മാറണമെന്ന് കൊല്ലങ്കോട് ചിക്കണാമ്പാറ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ സലാം ബാഖവി പറഞ്ഞു. പവിത്രമായ റമദാൻ വിട പറയുകയാണല്ലോ. ഈ റമദാനിൽ വിശ്വാസികൾ നേടിയെടുത്ത ആത്മവിശുദ്ധി അത് മരണം വരെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ കാര്യം. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിക്ക് നല്ലതുപോലെ പ്രവർത്തിക്കുകയും വേണം. നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് പോലെയുള്ള ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും അതിനെതിരെ വിശ്വാസ സമൂഹം ഒന്നിക്കുകയും വരും തലമുറയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും വേണം. മാത്രമല്ല, വരുന്ന വെക്കേഷൻ സമയം നല്ലതുപോലെ മൂല്യങ്ങൾ പഠിപ്പിച്ച് മക്കളുടെ ആ ഭാവിയെ നമ്മൾ രക്ഷപ്പെടുത്തണം എന്നും കൂടെ ഉണർത്തുകയാണ്. മൂല്യബോധമുള്ള ജീവിതം നയിക്കുവാനും സഹജീവി സ്നേഹം ജീവിതത്തിൽ ഉടനീളം തുടരുവാനും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു നേട്ടവും കൊയ്തെടുക്കരുതെന്നും അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹുസൈനാർ, കാജ ഹുസൈൻ, മുഹമ്മദ് ഹനീഫ, അബ്ദുൾ സത്താർ, സക്കീർ ഹുസൈൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നിരവധി വിശ്വാസികളാണ് ചിക്കണാമ്പാറ ജുമാ മസ്ജിദിൽ നിസ്കാരത്തിനായി എത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.